അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു വർക്കിംഗ് ഡേ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഒരു 10 ദിവസം മൂത്ത മോന് അവധി ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ പോയായിരുന്നു കേട്ടോ. അപ്പം രണ്ടാമത്തെ ആളെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ വീണ്ടും നമ്മൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പം എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം രാവിലെ നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എണീക്കുന്ന കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ചൊന്നും രാവിലെ ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ ഇന്നിപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി അടുപ്പയിൽ വെച്ചു. സാധാരണ നമ്മുടെ കുഞ്ഞ് റൈസാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ചോറ് ഞാൻ എപ്പോഴും ഒരു 3/4 ഭാഗം വേഗമാകുമ്പോഴത്തേനും വാർത്തിടും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഫില്ല് ചെയ്തു. രാവിലെ ആകുമ്പോൾ കുറച്ചധികം സമയം കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ നമ്മൾ ഈ റൈസ് ഞാൻ എപ്പോഴും കൊടുത്തിടുമ്പോൾ ഇതുപോലെ കുറേ പച്ചക്കറി ഇടും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ഇട്ട് അങ്ങനെയാണ് റൈസ് കൊടുക്കുക. അപ്പോൾ അവർ നോൺ വെജും കഴിക്കും, വെജിറ്റബിൾസും കഴിക്കും. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്ത് വിടാറ്. അപ്പം ഞാൻ സാധാരണ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് തക്കാളി ഒക്കെ ലാസ്റ്റാണ് ഇടുക. അതാകുമ്പോൾ അധികം വേവത്തില്ലല്ലോ തക്കാളിയൊക്കെ. അതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെയൊക്കെ റെസിപ്പി ആയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും സീസണിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്തയിലും പിസയിലൊക്കെ വരുന്ന സീസണിങ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ലഞ്ച് റെഡിയായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ അവർക്ക് എഗ് ഓംലെറ്റാണ് കൊടുത്തത്.